പിന്നുള്ള ഒന്നാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഉപ്പ, അല്ലെ. അദ്ദേഹം പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച സമയത്ത്, അല്ലെങ്കിൽ ചെലവഴിച്ച ചില മൊമെന്റുകൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിരുന്നത്. അതിൽ സുപ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങളാണുള്ളത്. ഒന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബ കെട്ടിപ്പടുത്തിയ ഒരു സന്ദർഭം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിൽ പിന്നെ നടന്ന ബലിയുമായി ബന്ധപ്പെട്ട്, നമ്മൾ ഈ ഉളുഹിയത്തിന്റെ ദുൽഹിജ്ജയിൽ ഉളുഹിയത്ത് ബലി അറുക്കുക എന്നുള്ളതൊക്കെ ആ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ 2 മൊമെന്റുകളെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 2 മൊമെന്റുകളെയും ആ സന്ദർഭങ്ങളെയും നമ്മൾ ശരിക്കും ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതിന് വളരെ ചുരുക്കം മാത്രമാണ് പറയുന്നത്. നമ്മൾ തൻസീലിൽ തന്നെ ഈ ഖുർആനിലെ കുടുംബങ്ങൾ എന്നുള്ള കോഴ്സിലൊക്കെ നമ്മൾ ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗങ്ങൾ വലിയ 1-2 മണിക്കൂർ എടുത്ത് സംസാരിച്ച ഭാഗങ്ങളാണ്. ഞാൻ പറഞ്ഞു തരുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഉപ്പ എന്ത് ചെയ്യുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ പരിചയപ്പെടുത്തി തരുന്നത് പ്രവാചകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ചേർത്ത് വെച്ചുകൊണ്ട് കഅബ കെട്ടിപ്പടുത്തിയ സന്ദർഭമാണ്. ഇത് ഒരുപാട് പാഠങ്ങളുള്ള ഒരു സംഗതിയാണ്. വളരെ ചുരുക്കം മാത്രമാണ് പറഞ്ഞത്. അങ്ങേയറ്റം പ്രായമെത്തിയ സന്ദർഭത്തിലാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇസ്മായിൽ ലഭിക്കുന്നത്. നമുക്കറിയാം, അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബർ. കിബർ എന്ന് പറയുന്നത് പടുവൃദ്ധതയാണ്. പ്രായത്തിന്റെ അങ്ങേയറ്റം എത്തിയ സന്ദർഭത്തിലാണ് സന്താനത്തെ ഇസ്മായിലിനെ പടച്ചോൻ കൊടുക്കുന്നത്. ആ പ്രായത്തിന്റെ എല്ലാവിധ ജനറേഷൻ ഗ്യാപ്പിന്റെ എല്ലാവിധ പരിമിതികളെയും ലിമിറ്റേഷൻസിനെയും മറികടന്നുകൊണ്ടാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്, ഇസ്മായിലിനെ ചേർത്ത് വെച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. എന്നിട്ട് മാത്രമല്ല, ആ ഇസ്മായിലിന് എന്താണോ സാധിക്കുന്നത്, ആ സാധിക്കുന്ന പ്രവർത്തനത്തിന് ആ ഉപ്പ എന്ത് ചെയ്യാണ്, ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെ അവസാനിച്ചില്ല. ആ പ്രവർത്തനത്തിന് ശേഷം അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, അവരൊരുമിച്ചിരുന്ന് ഭാവിയെ സ്വപ്നം കാണാം. ആലോചിച്ച് നോക്കുക, ആ ഉപ്പ മകന് നൽകുന്ന പാഠങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഉപ്പ മകന് നൽകുന്ന പിന്നെ മാതൃക ആലോചിച്ച് നോക്കുക. തനിക്ക് സാധിക്കാവുന്ന രീതി, മകന്റെ ആംഗിൾ ആലോചിച്ച് നോക്കുക, തനിക്ക് സാധിക്കാവുന്ന രീതിയിൽ തന്നെ പ്രവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉപ്പ, അതിനുശേഷം എന്നെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഉപ്പ, എന്റെ അടുത്ത തലമുറയും അമീൻ ദുര്യത്തിന മുസ്ലിം ആകണമെന്ന് സ്വപ്നം കാണുന്ന ഉപ്പ, അല്ലെ. ഇത്ര വലിയ സ്വപ്നത്തെയാണ് ആ മകനിൽ ആ വാപ്പ നിക്ഷേപിക്കുന്നത് ആലോചിച്ച് നോക്കുക. ആ അർത്ഥത്തിലുള്ള വലിയൊരു ബന്ധം, ഉപ്പയും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തെ വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബഖറയിലെ ഈ പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറയണത്, നാട്ടിലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലെ ആളുകളെയും പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്, ദീനിന്റെ മാർഗത്തിൽ അവർക്ക് സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പ്രോത്സാഹനം നൽകാം. ഇവിടെ നമ്മൾ ആലോചിക്കുക, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്മായിലിലൂടെയുള്ള തുടർച്ചയാണ് പ്രവാചകൻ മുഹമ്മദിലൂടെ നമ്മളിലെത്തിയിരിക്കുന്നത്. നമ്മൾ ആ അർത്ഥത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോർഷൻ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ അത്തരം ചില ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെയും നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ ഉപ്പയും മകനും തമ്മിലുള്ള ഈ വലിയൊരു ചരിത്രത്തെ പരാമർശിച്ച് തൊട്ടുടനെ പടച്ചോൻ പറഞ്ഞത് എന്താ, ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ. നമ്മുടെ മില്ലത്ത് ഇബ്രാഹിം ഇവിടെ വീണ്ടും കടന്നു വരാം. മനസ്സിലാക്കേണ്ടത്, ഇവിടെ പിന്നെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദുമായിട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ബഹുദൈവ വിശ്വാസികളായിട്ടോ ഉള്ള സംഭാഷണത്തിന് ശേഷമുള്ള ഒരു വർത്താനല്ല ഇവിടെ. ഒരു ഉപ്പയും മകനും കഅബ കെട്ടിപ്പടുത്തുയർത്തുകയും അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അവരൊരുമിച്ചിരുന്ന് അടുത്ത തലമുറയെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയും ചെയ്തതിന് ശേഷമുള്ള സന്ദർഭത്തിനാണ് പടച്ചോൻ എന്ത് പറയുന്നത്, ഇബ്രാഹിം, ഈ ഇബ്രാഹിം മില്ലത്തിന് ഇനിയും പിൻപറ്റാതിരിക്കുന്ന നിരസിക്കുന്ന ആളുകൾ ഇല്ലാ മൻ സഫിഹ നഫ്സ, അവരെക്കാൾ വിഡ്ഢികൾ ആരാണുള്ളത്, അല്ലെ, അവരെക്കാൾ അജ്ഞരായിട്ടുള്ള ആളുകളാണ് ആരാണുള്ളത്. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചോൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അദ്ദേഹം സ്വാലിഹ്യങ്ങൾപ്പെട്ട ആളാണ്. ഇത് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന സന്ദർഭം എന്നുള്ളത് ഒരു ഉപ്പയും മകനും തമ്മിൽ ഇസ്ലാമിനെ പിന്നെ കഅബയെ കെട്ടിപ്പടുത്തുയർത്തിയ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തത് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലുമായി ബന്ധപ്പെട്ടുള്ള ബലിയുടെ സന്ദർഭമാണ്. അത് നമുക്കറിയാം. സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ളത് ഇപ്പറഞ്ഞ പോർഷൻസ് ഒക്കെ നിങ്ങൾ ഓരോന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ, സൂറത്തു മറിയമിലെ, പറഞ്ഞ സൂറത്തു സ്വാഫാത്തിലെ ഈ ആയത്തുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി സമയമെടുത്ത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ. ഞാൻ അതിന്റെ ചില എന്താ പറയാ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള അർത്ഥത്തിൽ പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഉപ്പയും മകനും തമ്മിൽ ഫലമ്മ ബലഗ മഅഹു സഅയ്, പിന്നെ
ആ മകൻ വലിപ്പിച്ച് യുവാവായ സന്ദർഭത്തിൽ കാലയാബുനെ പിന്നെ മകനെ വിളിച്ചുകൊണ്ട് ഉപ്പ പറയാം, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ, ഞാൻ നിന്നെ പിന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്നെ അറക്കുന്നതുമായി ബന്ധപ്പെട്ട്, എന്താണ് നിന്റെ അഭിപ്രായം? മകൻ പറയാണ്, കാല യാ അബത്തി ഫഅൽ മാ തുഅ്മർ, അല്ലേ വാപ്പ നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോളൂ, സതജിദുനി ഇൻഷാ അല്ലാഹു മിന സാബിരി, ഞാൻ ക്ഷമിക്കുന്ന ആളുകളിൽ പെട്ടതായിട്ട് ക്ഷമിക്കുന്ന ആളുകളിൽ പിന്നെ പെടുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് ആ മകൻ വാപ്പക്ക് റീപ്ലൈ കൊടുക്കാം. അങ്ങനെ ഫലമ്മ അസ്ലമ വത്തല്ലഹു ലിൽ ജബീൻ വനദൈനാഹു യാ ഇബ്രാഹിം, നമുക്ക് ആ ചരിത്രം അറിയാം. അങ്ങനെ മകനെ അറുക്കാൻ തയ്യാറായപ്പോൾ പടച്ചവൻ ഇബ്രാഹിമിന് പിന്നെ വിളിച്ചു പറഞ്ഞു, താങ്കൾ അത് സദ്ദഖ്ത സത്യപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ എന്നിട്ട് അങ്ങനെ ഒരു ആടിന് നൽകുകയും ആടിനെ ബലിയെറുക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്കറിയാം, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതാണ്, യാബുനൈ എന്ന വിളിയിലൂടെ ആ ഉപ്പ മകനെ എത്രത്തോളം സ്നേഹവും പരിഗണനയും ചേർത്ത് പിടിക്കലും നൽകുന്നുണ്ട് എന്നെന്തെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. യാ അബത്തി എന്ന വിളിയിലൂടെ ആ മകൻ ഉപ്പയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്നെന്തെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ആലോചിക്കുക, ഈ ഒരു ചരിത്രം നമ്മുടെ ജീവിതത്തിലാണ് ആവർത്തിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ചരിത്രം നമ്മൾക്ക് അങ്ങനെ കൂടി പഠിക്കണം. ഞാൻ എൻ്റെ മകനോട് എൻ്റെ മകളോട് ഒരു ഉമ്മ ഒരു ഉപ്പ എന്നുള്ള നിലയിൽ ഈ ഒരു കൽപ്പന പടച്ചവൻ എനിക്ക് നൽകിയിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? അപ്പൊ ആ അർത്ഥത്തിൽ വലിയൊരു ഓർമ്മപ്പെടുത്തൽ പ്രവാചകൻ നൽകാം. മാത്രമല്ല ആ മക്കളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം എന്ന് ഇസ്മായിൽ കാണിച്ചു തരുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി ഉള്ളത്, അങ്ങനെയാണ് ഇസ്മായിൽ വളർത്തപ്പെട്ടത് എന്നുള്ളതാണ്. അല്ലെ, കഅബയെ ചേർത്ത് പിടിച്ച സന്ദർഭത്തിലുള്ള പ്രവർത്തനം നമ്മൾ സൂചിപ്പിച്ചു. ബലിയുടെ സന്ദർഭത്തിലും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ ആയിരിക്കണം മക്കൾ, എങ്ങനെ ആയിരിക്കണം വളർന്നു വരുന്ന തലമുറ എന്നെന്തെയാണ് വലിയ മാതൃക ഓർമ്മപ്പെടുത്തൽ കാണിച്ചതാണ്. പാപ്പയോട് നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ ചെയ്തോളൂ എന്ന് മാത്രമല്ല പറഞ്ഞു വെക്കുന്നത്, ഇൻഷാ അല്ലാഹു മിന സാബിരീൻ, ഞാൻ ക്ഷമാലുക്കളിൽ പെട്ടതായിട്ട് താങ്കൾക്ക് കാണാൻ കഴിയും എന്നുകൂടി എന്തെയാണ്. അങ്ങനെ വളർത്തപ്പെട്ട മകൻ ആ ഉപ്പയ്ക്ക് പിന്നെ മറുപടി കൊടുക്കുകയാണ്. അത്രക്കും ആഴത്തിലുള്ള ബന്ധത്തിന്റെ ഒരു ഉദാഹരണം ഒരു ഉപ്പയും മകനും തമ്മിൽ. ആലോചിച്ച് നോക്കിയാൽ, മകനോട് അഭിപ്രായം തേടുന്ന ഒരു പിതാവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരാം. അതിനേക്കാൾ ഗംഭീരമായിട്ട് നല്ല മറുപടി കൊടുക്കുന്ന മകനെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരാം. ഇത് കേവലം ഒരു മകൻ ഉപ്പ എന്നതിനപ്പുറം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വലിയ പാഠങ്ങളിലേക്കുള്ള സൂചന കൂടിയാണ് ഈ ചരിത്രം എന്ന് എന്ത് ചെയ്യുക എന്നൂടെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ ദുൽഹിജ്ജയുടെ മാസങ്ങളിലൂടെ കടന്നു പോകും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ആ ബലി എന്നുള്ളത് നമ്മൾ പിന്നെ സാധാരണ പറയാറുണ്ട്, ബലി അറുക്കുക എന്നുള്ളത് ഏതൊരു ജീവിയെ അറുക്കുക, അള്ളാഹിനെ സമർപ്പിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്താണോ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അത് സമർപ്പിക്കൽ കൂടിയാണ്. അതൊരു പക്ഷെ നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ പിന്നെ വേണ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷെ ആ അർത്ഥത്തിൽ സമർപ്പിതനാവുന്ന ഒരു പിതാവിനെ, ഒരു വാപ്പയെ, ഒരു ഉപ്പയെ ഖുർആൻ പരിചയപ്പെടുത്തി ആ അർത്ഥത്തിലൊക്കെ വലിയ പാഠങ്ങൾ ഈ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാം. മൂന്നാമത്തത് ഹാജറയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹാജറയുമായി ബന്ധപ്പെട്ട് നേർക്കുനേരെ വിശുദ്ധ ഖുർആനിൽ പരാമർശം നമുക്ക് കാണാൻ കഴിയില്ല അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്ത്, ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാ, സഫ മർവ അവിടെ നമ്മൾ സാധാരണ ഉംറ അല്ലെങ്കിൽ ഹജ്ജൊക്കെ നിർവഹിക്കും, നമുക്കറിയാം. ഉംറ നിർവഹിക്കുന്ന സന്ദർഭത്തിലൊക്കെ പലർക്കും പരിചയം ഉണ്ടാവും. സഈ നമ്മൾ നിർവഹിക്കും അല്ലെ, ആ സഫ മർവ മലകൾക്കിടയിൽ നമ്മൾ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയും പിന്നെ പ്രദക്ഷിണം നടത്തും. മീൻസ് നമ്മൾ ഒരു പിന്നെ നടത്തുന്നുണ്ട്, പരിശ്രമം സഈ എന്നുള്ള പറയുന്നത്. അപ്പൊ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശം ഈ സൂറത്തുൽ ബഖറയിലെ 158 ആയത്തിലുണ്ട്. പക്ഷെ സഫാ മർവക്കിടയിലുള്ള ഓട്ടം, പ്രദക്ഷിണം, സഈ എന്നുള്ളത് നമുക്കറിയാം ഹാജരെ ഓർമ്മിപ്പിക്കുന്നതാണ്. പക്ഷെ ഈ ആയത്തിന് തൊട്ടുമ്പ് ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്തിന് തൊട്ടു മുമ്പുള്ള 3 ആയത്തുകൾ പഠിച്ചാലാണ് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം ഓടിയ ഓട്ടത്തിന്റെ ത്യാഗം അല്ലെങ്കിൽ അവരെ നടത്തിയ സഈന്റെ നമുക്ക് മനസ്സിലാവുള്ളൂ. പടച്ചവൻ അവിടെ എന്താ പറയുന്നത്? 155, 6, 7 ആയത്തുകളിൽ വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നമുക്ക് സുപരിചിതമായിട്ടുള്ള ആയത്താണ്. പടച്ചവൻ പറയാണ് വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട്, വൽ ജൂ വിശപ്പ് കൊണ്ട്, വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വിഭവദാരിദ്ര്യം കൊണ്ടും മാനസിക പ്രയാസം കൊണ്ടും പിന്നെ സാമ്പത്തിക കുറവ് കൊണ്ടൊക്കെ നമ്മൾ പടച്ചവൻ പരീക്ഷിക്കും. വബശ്ശിരിസ് സാബിരീൻ, അവിടെ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്ത. അങ്ങനെ ക്ഷമിച്ച് ഈ പറഞ്ഞ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടന്ന വ്യക്തിയാണ് ഹാജറ ബീവി. ആലോചിച്ച് നോക്കുക,
ആ ഹാജർ എന്നിട്ട് പടച്ചു വീണ്ടും പറയണം അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം റഹ്മ കുറച്ചുകൂടി അവിടെ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ പിന്നെ ക്ഷമ കൊണ്ട് വലിയ പ്രതിസന്ധികളെ മറികടന്ന വ്യക്തിയാണ് ഹാജറ. എന്നിട്ടാ പടച്ചോൻ പറയണത് ഇന്ന സഫ വൽ മർവ, ആ ഹാജറയുടെ സഫാ മർവകൾക്കിടയിലുള്ള സയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഓർമ്മപ്പെടുത്തണം. അപ്പൊ നമ്മൾ ആയത്തുകൾ പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിക്കുമ്പോൾ തൊട്ടുമ്പോൾ 3 ആയത്ത് വേറെ ഏതോ ചരിത്രമല്ല, ഈ സഫാ മർവ ഇടയിലുള്ള ഹാജറയുടെ സയിലേക്കുള്ള വലിയ സൂചനകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തൊട്ടുമ്പോൾ ആയത്തുകൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഹാജറയുടെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ജീവിതം, അല്ലെ, നിരാശ ബാധിക്കാത്ത ജീവിതം വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ അവര് ഇപ്പറഞ്ഞ നാഗരികതയുടെ നിർമ്മാണത്തിൽ അവരുടേതായിട്ടുള്ള പങ്കുവഹിച്ചതിനെ, മാതാവ് എന്നുള്ള നിലയിൽ പങ്കുവഹിച്ചതിനെ, പത്നി എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ പങ്കുവഹിച്ചതിനെ വിശുദ്ധ ഖുർആൻ ഈ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു ഭാഗം അവസാനിപ്പിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഗതി കൂടി പറഞ്ഞ് ഈ ഒരു ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സൂറത്തു ഇബ്രാഹിമിലെ 35 മുതൽ 40 വേറെയും 1-2 സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. പക്ഷെ തുടർച്ചയായിട്ട് പിന്നെ വലിയൊരു പോർഷൻ ആയിട്ട് അവിടെ പരാമർശിക്കുന്നത് സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാന ഭാഗത്താണ്. സെക്കൻഡ് ലാസ്റ്റ് പേജിൽ നമുക്കത് കാണാൻ കഴിയും. ഞാൻ ആ പ്രാർത്ഥനയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ആ ഉപ്പ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആഴം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുള്ളത്, പിന്നെ ഒരു നാട്, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഒരു നാടിനെ അദ്ദേഹം സ്വപ്നം കാണാം. ആ നാട്ടിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഒരു കുടുംബത്തെയും തലമുറയും സ്വപ്നം കാണണം. സ്വപ്നം കാണാനെന്ന് മാത്രമല്ല, ആ അർത്ഥത്തിൽ തന്റെ കുടുംബത്തെ, തന്റെ ഭാര്യയെയും, അതായത് ഹാജറയെയും ഇസ്മായിലിനെയും മകനെയും അള്ളാഹിന്റെ മാർഗത്തിൽ അവിടെ സമർപ്പിച്ചിട്ടാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നടന്നു പോകുന്നത്. ആലോചിച്ച് നോക്കുക, പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആക്ച്വലി സ്വപ്നം കണ്ടത് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന, നമ്മളൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഏറ്റെടുത്ത് കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന വലിയ ഒരു പിന്നെന്താ ആദർശത്തെ, ദീനിനെ സ്വപ്നം കണ്ടിട്ടുള്ള പ്രാർത്ഥനയാണത്. നമ്മളതാ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇസ്ലാം എന്ന വലിയ അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയുടെ തുടർച്ച കൂടിയാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, അദ്ദേഹം അടുത്തൊരു തലമുറയെ, നല്ല സന്താനങ്ങളെ സ്വപ്നം കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, എന്റെ തലമുറ ഞാൻ ഇവിടെ വിട്ടേച്ച് പോകുന്നുണ്ട്, ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, പച്ചപ്പോ ഭക്ഷണങ്ങളോ വിഭവങ്ങളോ ഒന്നും ഇല്ലാത്ത തരിശായിട്ടുള്ള പിന്നെ ഉണങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരു ഭൂമിയിൽ വിട്ടേച്ച് പോകുന്നത് റബ്ബന ലിയുഖീമുസ്സലാ, ഇവിടുന്ന് ഒരു അടുത്ത തലമുറ ഇവരിലൂടെ ഉണ്ടാവണം. ഏത് തലമുറ? സ്വലാത്തിനെ നിലനിർത്തുന്ന, ഇഖാമത്തുസ് സ്വലാ, ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ്. ആ സ്വലാത്തിനെ പിന്നെ നിലനിർത്തുന്ന ഒരു തലമുറ അദ്ദേഹം എന്തെയാണ് സ്വപ്നം കാണാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വപ്നം കാണാറുണ്ട്. നമ്മൾ അടുത്ത തലമുറക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, വളർന്നു വരുന്ന അനിയനും അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണോ? ഇസ്ലാമിന്റെ തുടർച്ചയാണോ? നമ്മുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണോ? അല്ലെങ്കിൽ ദീനിന്റെ തുടർച്ചയാണോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് വലിയൊരു പാടാണ്. പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഉപ്പ, ഒരു പിതാവ്, തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും അല്ലെങ്കിൽ മകനെയും സന്താനങ്ങളെ, കുടുംബത്തെ അവിടെ വിട്ടേച്ചു പോയിട്ട് പ്രാർത്ഥിക്കുന്നത് ഇവരിലൂടെ ഉണ്ടാകേണ്ട തലമുറ ലിയുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന, ദീനിനു വേണ്ടി സമർപ്പിതരാകുന്ന ഒരു തലമുറയാണ്. ആ ഒരു പ്രാർത്ഥന അവിടെ കാണാൻ കഴിയും. മാത്രമല്ല, നൽകപ്പെട്ട സന്താനങ്ങൾക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന, റബ്ബി പിന്നെ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു പിതാവ്. അൽഹംദുലില്ലാ വഹബലി അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ്. അങ്ങനെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ ഇബ്രാഹിമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എന്തെയാണ് നമുക്ക് പഠിപ്പിച്ചതാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഒരേ സമയം നല്ല സന്താനങ്ങളെ സ്വപ്നം കാണുന്ന ഒരു പിതാവ്, അതേസമയം നൽകപ്പെട്ട നല്ല സന്താനങ്ങൾക്ക് അള്ളാഹിനെ സ്തുതിക്കുന്ന ഒരു പിതാവ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണോ? അല്ല, നമുക്ക് പടച്ചു നൽകിയ മക്കള് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മകൾ എന്നതിനപ്പുറം ചിലപ്പോൾ നമുക്ക് നല്ല അനിയത്തി ഉണ്ടാവും, നല്ല അനിയന്മാരുണ്ടാവും, നല്ല ചെറുപ്പക്കാരായിട്ടുള്ള അടുത്തൊരു തലമുറ ഉണ്ടാവും. ഇത് പടച്ചു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ വഹബലി, നമുക്ക് നൽകിയതിന് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹിനെ സ്തുതിക്കുക. മാത്രമല്ല, അങ്ങനെ ഒരു തലമുറയെ വീണ്ടും ധാരാളം ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സ്വപ്നം കാണുകയും കൂടി ചെയ്യാം. ഇത് രണ്ടും പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മാതൃകയാണ്. രണ്ടർത്ഥത്തിലും നല്ലൊരു തലമുറയെ സ്വപ്നം കാണുകയും നൽകപ്പെട്ട നല്ലൊരു തലമുറക്ക് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ പിന്നെ സമയമെടുത്ത് ആഴത്തിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ്. അതിന് ഏറ്റവും ചുരുക്കം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ്
ആ അർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും കുടുംബവും ചേർന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ദുൽഹിജ്ജയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തൽ എന്നുള്ളത്. ദുൽഹിജ്ജ എന്നുള്ളത് പറഞ്ഞല്ലോ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്മായിലിനെയും ഹാജറയെയും ഓർക്കുമ്പോഴാണ് അത് പൂർണ്ണമാണത്. അതായത് ഇബ്രാഹിം എന്ന വ്യക്തിയെ മാത്രമല്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അലൈഹി സ്വലാത്തു വസ്സലാമയെയും കുടുംബത്തെയും ഓർക്കുന്ന ചരിത്രമാണ്, പിന്നെ ഓർക്കേണ്ട ചരിത്രമാണ് ദുൽഹിജ്ജ മാസം എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, പിന്നെ ആയത്തുകൾ, ചരിത്ര പരാമർശങ്ങൾ, പദപ്രയോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കാം. അപ്പൊ അവര് നമ്മൾ ആലോചിക്കുക, നമ്മള് നമ്മുടേതായിട്ടുള്ള റോള് വഹിച്ചുകൊണ്ട് ദീനിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ കെട്ടിപ്പടുത്തുയർത്തുന്നു. അദ്ദേഹം തന്നെ ഒരു പ്രസ്ഥാനമാണ്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, പിന്നെ അതിനപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ, ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാ റോള് വഹിക്കുന്നതോടൊപ്പം തന്നെ, അതാ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് അതുകൂടി പരിചയപ്പെടുത്തിരുന്നത്. അദ്ദേഹം ഒരു മകൻ എന്നുള്ള അർത്ഥത്തിൽ, ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ, പിതാവ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ പദവികളും ഉത്തരവാദിത്തങ്ങളും വഹിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ എന്താ പറയാ, യാതൊരു മറുചിന്തയും ഇല്ലാതെ സമർപ്പിതനായിട്ട് സഞ്ചരിക്കാം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം ഇസ്മായിലിന്റെ കാലടിപ്പാതിൽ നിന്ന് സംസം ഇന്നും പിന്നെന്താ പറയാ ഉറവ വറ്റാതെ ഒഴുകുകയാണ്. ആലോചിച്ച് നോക്കുക, ആ പടച്ചോൻ ആ മകന് നൽകിയ അനുഗ്രഹം ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്കാണ് പോവാ, ഇസ്മായിലിന്റെ കാലടിപ്പടിയിലേക്കാണ്, അല്ലെ? പിന്നെ ഉമ്രക്കൊക്കെ പോയ ആളുകൾ ആ പ്രദേശമൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. മാത്രമല്ല ബലിയെറുക്കുമ്പോൾ, നമ്മൾ ഉലുഹിയത്തിന്റെ അല്ലെങ്കിൽ ബലികർമ്മം നിർവഹിക്കുമ്പോൾ ആ ഉപ്പയും കൂടെ മകന്റെയും ചരിത്രം നമ്മൾ എന്ത് ചെയ്യാം ആലോചിക്കാൻ. ഹാജരെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ സഫാ മർവകൾക്കിടയിൽ ഇങ്ങനെ കയറിയും ഇറങ്ങിയും നമ്മളിങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മൾ ഓർമ്മിക്കുന്നത്, നമ്മളവിടെ തുടർച്ച നിലനിർത്തുന്നത് ഹാജറിന്റെ ഓട്ടത്തെയാണ്. ആലോചിച്ച് നോക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന് ദുൽഹിജ്ജ മാസത്തിലൂടെ ഒരു കുടുംബത്തിന് നൽകിയ പിന്നെ വലിയ അംഗീകാരത്തെയാണ് ഈ ഒരു ദിവസങ്ങള് അല്ലെങ്കിൽ ഈ ഒരു മാസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുകൂടി എന്താണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാണ്. ഇൻഷാ അള്ളാഹ് ക്ലാസിന്റെ ഏറ്റവും അവസാന പോർഷനിലേക്ക് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തു ഹജ്ജ്, നമ്മളിപ്പം ദുൽഹിജ്ജ മാസത്തിലാണ്. അപ്പൊ സൂറത്തു ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഹജ്ജിനെ കുറിച്ചിട്ടുള്ള വർത്താനല്ല പറയുന്നത്. അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന്റെ തുടക്കത്തിലെ സൃഷ്ടിപ്പിനെ കുറിച്ചും മറ്റൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, പരാമർശമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ സൂറ ഹജ്ജിന്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് അതൊരു ഹൈലൈറ്റ് ആയിരിക്കുമല്ലോ. നമ്മുടെ ഓരോ സൂറത്തിന്റെയും പിന്നെ പേരും അതിലുള്ള പരാമർശിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ ഏതോ അർത്ഥത്തിൽ വലിയ കണക്ഷനുകൾ ഉണ്ടാവും. നമുക്കത് ചിലപ്പോൾ നേർക്കുനേരെ കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സൂറത്തിന്റെ പേരും അതിന്റെ ആയത്തുകളും തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവും. ആ ആയത്തുകൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ ഒക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതികളാണ്. സൂറത്തു ഹജ്ജിന്റെ ഏറ്റവും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൺക്ലൂഡ് ചെയ്ത് പറയുന്ന ആയത്ത് എന്നുള്ളത് വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഒന്ന്, ഹജ്ജ് എന്ന പേര് വരുന്ന അല്ലെങ്കിൽ ഈദുൽ ഹിജ്ജയുടെ ഹജ്ജ് എന്ന പേര് വരുന്ന സൂറത്തിന്റെ അവസാനത്തിലാണ് ഈ ആയത്ത് വന്നത് എന്നത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം അവിടെ വന്ന പേര് എന്നുള്ളത് മറ്റാരതുമല്ല, പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരാണ്. ആലോചിച്ചൊക്കെ, ഹജ്ജിലൂടെ നമ്മൾ ഓർമ്മിക്കുന്നത്, നമ്മൾ നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ തുടർച്ചയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും നമ്മൾ പിന്നെ തുടർച്ച നിലനിർത്തുന്നത് ഈ ഒരു കുടുംബത്തിന്റെ ഉപ്പയും ഉമ്മയും മകനും അല്ലെങ്കിൽ പിതാവും മാതാവും മക്കളും അടങ്ങുന്ന ആ ഒരു കുടുംബത്തിന്റെ ചരിത്രത്തെയാണ് നമ്മൾ നിലനിർത്തുന്നത്. നമ്മൾ ഈ ആയത്തിനെ ശരിക്കൊന്ന് പഠിച്ചു നോക്കുക. അള്ളാഹു പറയാണ്, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ്, സമർപ്പണം, പോരാട്ടം ചെയ്യേണ്ടതുപോലെ ചെയ്യുക, ത്യാഗപരിശ്രമങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുക. ഹുവജ്തബാക്കും, അവനാകുന്നു ഇജ്തബാക്കും, നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. അപ്പൊ നമ്മളോട് പടച്ചോൻ പറഞ്ഞാണ്, നിങ്ങൾ എന്താ ചെയ്യുക, അള്ളാന്റെ മാർഗത്തിൽ പോരാടേണ്ടതുപോലെ പോരാടുക. ഹുവ, അവൻ ഇജ്തബാക്കും, നമ്മൾ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് ഈ ആയത്ത് വായിക്കുമ്പോൾ പ്രവാചകനോടല്ല ഈ വർത്താനം, നമ്മളോടാണ് ഈ വർത്താനം. ഇത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരോടാണ് പടച്ചോൻ പറയണത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് പടച്ചോൻ പറയാണ്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നമ്മളെ തെരഞ്ഞെടുത്തു, അള്ളാന്റെ മാർഗത്തിൽ പോരാടണം എന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മൾ പോരാടാണ്. അപ്പൊ പോരാടുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, ഇതെന്തൊരു പ്രയാസമാണ്, ഇതെന്തൊരു പ്രതിസന്ധിയാണ്, ഇതെന്തൊരു വെല്ലുവിളിയാണ്. പടച്ചോൻ പറയണത്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഇല്ല, ദീനിൽ വലിയ പ്രയാസമില്ല. പ്രയാസങ്ങൾ ഉണ്ട്, ബാഹ്യമായിട്ട് ശാന്തരികമായിട്ട് അതെന്താണ്, പ്രയാസമില്ല. അള്ളാഹിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ, അള്ളാഹിന്റെ സഹായങ്ങൾ വന്നെത്തുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. എന്നിട്ട് പടച്ചോൻ എന്ത് ചെയ്യാണ്, അടുത്തൊരു പോർഷനിലേക്ക് പോകാൻ.
നിങ്ങൾ അന്നാളുടെ മാർഗത്തിൽ പോരാടേണ്ടതുപോലെ പോരാടണം, അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പടച്ചോൻ പറഞ്ഞത് എന്താ? മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായിട്ടുള്ള ഇബ്രാഹിമിന്റെ മതം. ഇത് നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക്കാണ്. ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു പദപ്രയോഗങ്ങളാണ്. നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടേണ്ടതുപോലെ പോരാടുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മാതൃകയാക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഇപ്പൊ പടച്ചോൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ മുഹമ്മദിലൂടെ ഇബ്രാഹിമിലേക്ക് എന്തെയാണ്? അലൈഹി സ്വലാത്തു വസ്സലാം നടന്നെടുക്കുകയാണ്. മില്ലത്ത അബീക്കും ഇബ്രാഹിം. ഇവിടെ കുറച്ചും കൂടി നമ്മൾ ഷാർപ്പായിട്ട് മനസ്സിലാക്കുക. വത്തബഅ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇത്തബി മില്ലത്ത ഇബ്രാഹിം ഹനീഫ. അവിടെയൊക്കെ പടച്ചോൻ ഇബ്രാഹിം മില്ലത്ത് എന്ന് മാത്രമാണ് പരാമർശിച്ചത്. പക്ഷെ ഇവിടെ പടച്ചോൻ കുറച്ചും കൂടി നമ്മൾ അടുപ്പിക്കുകയാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്ക്. എങ്ങനെ? അബീക്കും, നിങ്ങളുടെ ഉപ്പ. ഇതാലോചിച്ച് നോക്കുക. വർഷങ്ങൾക്ക് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പടച്ചോൻ നമ്മൾ ചേർത്ത് വെക്കുന്ന പദപ്രയോഗം എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉപ്പ, അബീക്കും. എത്ര കൃത്യമായിട്ടുള്ള പദപ്രയോഗമാണ് ആലോചിക്കുക. ഇനി നമ്മൾ ആലോചിക്കുക, ആ ഉപ്പയിലേക്ക് നമ്മുടെ ബന്ധം എന്താണ്? ആ പ്രവാചകൻ ഇബ്രാഹിം എന്ന ഉപ്പയുടെ മില്ലത്തിന്റെ തുടർച്ച നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നാണ് പടച്ചോൻ ചോദിക്കുന്നത്. പടച്ചോൻ പറയാണ്, ഹുവ സമ്മാക്കുൽ മുസ്ലിമീൻ മിൻ ഖബൽ വഫീ ഹാദ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന പേര് ഇപ്പോഴും മുമ്പൊക്കെ നൽകിയത് അള്ളാഹുവാണ്. അതായത് നമ്മളൊക്കെ മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ സത്യവിശ്വാസി, മീൻസ് അള്ളാഹുവിന് സമർപ്പിച്ച, ഇത് ഖാല ലഹു അസ്ലിം, പ്രവാചകൻ ഇബ്രാഹിം അങ്ങനെയായിരുന്നു. ഖാല അസ്ലംതു, അള്ളാഹു അസ്ലിം സമർപ്പിക്കണമെന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അസ്ലംതു, ഞാൻ മീൻസ് ഞാൻ മുസ്ലിമായി എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന പേര് നമുക്കൊക്കെ നൽകപ്പെട്ടു. നമ്മളൊക്കെ മുസ്ലിം എന്ന നാമധാരികളിൽ അറിയപ്പെടുന്ന ആളുകളാണ്. പക്ഷെ പടച്ചോൻ പറയണത് അത് മാത്രല്ല, റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് എന്താണ്? സാക്ഷിയാണ്. എങ്ങനെ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രവർത്തനത്തിന്റെ തുടർച്ച പ്രവാചകൻ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ് ഷഹീദൻ അലൈക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപഠിക്കുന്നത്, മാതൃകയാക്കുന്നത്. എന്നിട്ട് പടച്ചോൻ നമ്മളോട് പറയുന്നത് എന്താ? വതകൂനു ശുഹദാ അലന്നാസ്. സെയിം പദാണ്. റസൂൽ ഷഹീദായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രവർത്തനം നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തി കാണിച്ചു തന്ന മനുഷ്യനാണ്. ഇന്ന് അള്ളാഹു നമ്മളോട് പറയുന്നത് വതകൂനു ശുഹദ, നിങ്ങൾ എന്ത് ചെയ്യണം? ഷഹീദ്. അതായത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം? ആ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കണം. അലന്നാസ്, ജനങ്ങളോട്. ഇനി ഓരോ പദങ്ങൾ എടുത്തു നോക്കാം. നാസിന് മുന്നിൽ ഇന്ന് ആ പ്രവർത്തനം സാക്ഷ്യം വഹിക്കേണ്ടത് നമ്മളാണ്. അന്ന് നമുക്കിത് ആരിൽ നിന്നാണ് എത്തിയത്? റസൂലു ഷഹീദൻ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് ആ സത്യത്തിന്റെ സാക്ഷ്യം വഹിച്ച് നമ്മളിലെത്തി. ഇതിനു മുമ്പ് അതാരായിരുന്നു? ഇന്നി ജാഇലുക ലിന്നാസ്, സെയിം പദാണ്. അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ കാലഘട്ടത്തിലെ അന്നാസിന് മുമ്പ് ഇമാമായിട്ട് ജീവിതത്തെ സാക്ഷ്യം വഹിച്ചു. ആലോചിക്കണം. അപ്പോ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുന്നാസ്, ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അന്നും ഇന്നും പ്രചോദനം കേട്ടോ, എല്ലാ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക്. പക്ഷെ ആ കാലഘട്ടത്തിലെ ജനങ്ങളെ മുന്നിൽ പടച്ചോൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഇമാമായി തെരഞ്ഞെടുത്തു. അതിന്റെ തുടർച്ച പ്രവാചകൻ ഇബ്രാഹിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളിലേക്ക് എത്തി. ഇന്ന് അലന്നാസ്, നമ്മളാണ് ജനങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യേണ്ടത്? ഇത് സത്യസാക്ഷ്യമായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടത്. ആലോചിക്കുക. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഒന്നാമത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ പറഞ്ഞു. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, രണ്ടാമത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു. വതകൂനു, നിങ്ങളാവുക. ഇത് നമ്മളോടാണ്. മൂന്നാമത് പറയുന്നത് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടർച്ചയിലൂടെ ഇന്ന് ആരിലാണ് എത്തിയിരിക്കുന്നത്? വതകൂനു, നമ്മളിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളാണ് എന്ത്? അതിന്റെ തുടർച്ച. അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ഫഅഖീമുസ്സലാ വആതു സക്കാ, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക. പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പ്രാർത്ഥിച്ചതാ നമസ്കാരം നിലനിർത്തുന്ന ഒരു തലമുറ. നമസ്കാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കേവലം ഒരു ആചാരമല്ല കേട്ടോ. അവിടെയാണ് നമുക്ക് അതിന്റെ പ്രശ്നം പറ്റിയത്. അത് കേവലം ഒരു ആരാധന കർമ്മമായിട്ട് മാത്രമായി കാണുന്നത് കൊണ്ടാണ് നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവാത്തത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറഞ്ഞത് യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്ന ആളുകളാണെങ്കിൽ
നന്മ കൽപ്പിക്കുന്ന മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ തിന്മ വിരോധിക്കാനുള്ള മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിന്ന് എതിരാളികൾ വലിയ എതിർപ്പുണ്ടാവും. വസ്ബിർ അലാമ അസ്വാബ, ക്ഷമിക്കാനുള്ള മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് ലുക്മാൻ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമസ്കാരത്തോട് ചേർത്തിട്ടാണ് അവിടെയും പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരം നിലനിർത്തുന്ന ഒരു തലമുറയെ സ്വപ്നം കണ്ട മനുഷ്യനാണ്. നമ്മളോട് അള്ളാഹ് പറയുന്നത് എന്താ? ഫഅഖീമുസ്സലാ. അത് മുഹമ്മദിലൂടെ ഇന്ന് നമ്മളിലാണ് എത്തിയിരിക്കുന്നത്. വആതുസ്സക, ഇതും നമുക്ക് കാണാൻ കഴിയും. ഇപ്പം വദ്കുർ ഫിൽ കിതാബി ഇസ്മായിലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാവുന്ന വിശുദ്ധ ഖുർആൻ ആയത്തിൽ അവിടെ ചേർത്ത് പറയുന്നത് എന്താ? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക. അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിമിന്റെ മകൻ, കുടുംബത്തോട് കൽപ്പിച്ചത് എന്താ? ബിസ്സല വസ്സക, സ്വലാത്തും സക്കാത്തുമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളിലേക്കാണ് ആ ഉത്തരവാദിത്തം എത്തിയിരിക്കുന്നത്. ഫഅഖീമുസ്സലാ വആതുസ്സക വഅതസിമു ബില്ലാഹി ഹുവ മൗലാക്കും ഫനിഅമൽ മൗല വനിഅമൻ നസീർ. നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കുക. അവനാണ് നിങ്ങളുടെ വലിയ രക്ഷാധികാരി. അവനേക്കാൾ മികച്ച മറ്റൊരു രക്ഷാധികാരിയില്ല, അവനേക്കാൾ മികച്ച മറ്റൊരു സഹായകമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാം. ഈ ഒരു ആയത്ത്, സൂറ ഹജ്ജിന്റെ ഈ അവസാനത്തെ ആയത്ത് നമ്മളെ ആഴത്തിൽ ഓർമ്മിപ്പിക്കേണ്ടത് മുഹമ്മദിലൂടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തുടർച്ച ഇന്ന് നമ്മളിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ മില്ലത്ത് അബീക്കും, നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിം എന്ന പദപ്രയോഗം നമ്മൾ നേർക്കുനേർ തറക്കേണ്ട ഒരു പദപ്രയോഗമാണ്. ഇബ്രാഹിം എന്നത് ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനല്ല, ഒരു പ്രവാചകൻ മാത്രമല്ല. നമ്മുടെയൊക്കെ ഉപ്പ എന്ന വലിയൊരു സ്ഥാനം എത്തിച്ചേരുന്ന പ്രവാചകൻ ആരാണ്? പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അദ്ദേഹത്തിന് അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്താണ്? ഖലീലുള്ളയാണ്. ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇമാമുന്നാസാണ്. ആ ഖലീലുള്ളയിലേക്ക് അദ്ദേഹം നടന്നെടുക്കുന്നത് ഖാനിത്തൻ ലില്ലാഹ് ഹനീഫൻ ഷാക്കിറൻ ലി അൻഉമി. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. ഇനി സമൂഹമായിട്ട് ഭരണാധികാരികളോട്, ബഹുദൈവ വിശ്വാസികളോട് സംവദിക്കുന്ന ഇബ്രാഹിമിനെ പരിചയപ്പെടുത്തി തരാം. വാപ്പയോട് സംവദിക്കുന്ന മകനെ പരിചയപ്പെടുത്തി തരാണ്, ഇബ്രാഹിമിനെ പരിചയപ്പെടുത്തി തരാൻ. മക്കളെ ചേർത്ത് പിടിച്ച് അടുത്ത തലമുറയെ സ്വപ്നം കാണുന്ന ഇസ്മായിലുമായിട്ടുള്ള കഅബ കെട്ടിപ്പടുത്തുയർത്തലിന്റെയും ബലിയുടെയും സന്ദർഭത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരാൻ. അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ഹാജറയിലേക്ക് വിശുദ്ധ ഖുർആൻ സൂചന തരാണ്, സഫാ മർവയുടെ സഈയിലൂടെ. ഈ അർത്ഥത്തിലൊക്കെ മില്ലത്ത് അബീക്കും, നിങ്ങളുടെ വാപ്പയായിട്ടുള്ള ഇബ്രാഹിമിന്റെ മില്ലത്തിന് നമ്മൾ എന്താ ചെയ്യാ? പിൻപറ്റുക. ആ മില്ലത്തിന് പിൻപറ്റുക എന്നുള്ളത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിൽ നിന്ന് നമ്മളിലേക്ക് എത്തിച്ച മില്ലത്താണ്. വതകൂനു ശുഹദാ അലന്നാസ്. ഇതിലൊറ്റ പദം മതി. ഇന്ന് അലന്നാസ്, അതായത് ശുഹദാ അലന്നാസ്, ഇന്ന് ഇമാമുന്നാസ് ആയിട്ട് എണീറ്റിക്കേണ്ടത് ആരാ? ഞാനും നിങ്ങളടങ്ങുന്ന ഓരോരുത്തരാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മുടെ പദവികൾ എങ്ങനെയാണ്? നിങ്ങളൊരു വാപ്പയാണെങ്കിൽ, നിങ്ങളൊരു ഉപ്പയാണെങ്കിൽ ഇബ്രാഹിമിന്റെ സ്ഥാനം വഹിക്കുക. നിങ്ങളൊരു മകനാണെങ്കിൽ, മകളാണെങ്കിൽ ഇസ്മായിലിന്റെ സ്ഥാനം വഹിക്കുക. നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ, ഉമ്മയാണെങ്കിൽ ഹാജരുടെ സ്ഥാനം വഹിക്കുക. ഇതാണ് ഈ കുടുംബം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഹജ്ജ് എന്ന മാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നിങ്ങൾ ഏത് പദവിയിലാവട്ടെ, ഏത് ഉത്തരവാദിത്തത്തിലാവട്ടെ, ആ ഇബ്രാഹിമിന്റെ കുടുംബം എങ്ങനെയാണോ ലോകത്തിന്, ജനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്, ഇന്ന് ആ സാക്ഷ്യം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത് നമ്മളാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. ആ അർത്ഥത്തിൽ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കുടുംബവും നമുക്ക് വലിയ പ്രചോദനമാകേണ്ടതുണ്ട്. അദ്ദേഹം ഏതോ കാലത്ത് ജീവിച്ചൊരു കേവലം ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഖുർആനിൽ ഒരുപാട് പറയപ്പെട്ട, പ്രതിപാദിക്കപ്പെട്ട പ്രവാചകനോ മാത്രമല്ല, നമ്മുടെ ഉപ്പയായിട്ടാണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നത്. ആ ഉപ്പയെ പരിചയപ്പെടുത്തി തരുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ മില്ലത്ത് പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ മില്ലത്ത് പിൻപറ്റാൻ ഇജ്തബാക്കും, ഇന്ന് നമ്മളെ തെരഞ്ഞെടുത്ത്, ഇന്ന് അതിന് തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ ഓരോരുത്തരാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തർ വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി, അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടേണ്ടതുപോലെ പോരാടുക. അങ്ങനെ എന്ത് ചെയ്യാം? വതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് ഇമാമുന്നാസായിട്ട് സാക്ഷ്യം വഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. ഇതാണ് ഈ മാസത്തിന്റെ ഹജ്ജ് എന്ന പേര് വരുന്ന സൂറത്തു ഹജ്ജിന്റെ അവസാനത്തെ കൺക്ലൂഡിങ് ആയത്തായിട്ട്, സമാപിക്കുന്ന ആയത്തായിട്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രിയപ്പെട്ട ഈ ക്ലാസിന്റെ അവസാനം എന്നോണം നിങ്ങളോടും ഇതേ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം വഹിക്കുന്ന ഉത്തരവാദിത്തം, പദവി, പൊസിഷൻ, അതേതാണോ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ദീനിന് സാക്ഷ്യം വഹിക്കുന്ന, ജനങ്ങൾക്ക്, പ്രവാചകന്റെ മില്ലത്തിന് തുടർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റി തീർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജയുടെ എല്ലാവിധ പ്രാധാന്യവും അനുഗ്രഹങ്ങളും
നേടിയെടുക്കാൻ, മനസ്സിലാക്കാനും നേടിയെടുക്കാനുമുള്ള തൗഫീക്ക് നൽകി പടച്ചോൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാലഘട്ടം ആവശ്യപ്പെടുന്ന ഇബ്രാഹിമുമാരായിട്ട്, ഇസ്മായിലുമാരായിട്ട്, ഹാജറമാരായിട്ട് മാറാനുള്ള തൗഫീക്ക് പടച്ചോൻ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ارحمنا بالقرآن واجعله لنا إماما ونورا وهدى ورحمة. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا برحمتك يا أرحم الراحمين. بارك الله لي ولكم في القرآن الحكيم ونفعني وإياكم بالآيات والذكر الحكيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.